കണ്ണൂർ ആറളം മേഖലയിലെ ഭീതി വിതച്ച ചുള്ളിക്കൊമ്പൻ ഒടുവിൽ കൂട്ടിലായി. 12 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് 4 പേരുടെ ജീവനെടുത്ത കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ച് കൂട്ടിലടച്ചത്. ഒരാഴ്ച നീണ്ട തെരച്ചിലിനൊടുവിൽ ആറളം ഫാം ബ്ലോക്ക് 3-ലെ കൊടുങ്കാടിനുള്ളിൽ ഇന്നലെ രാവിലെയാണ് ചുള്ളിക്കൊമ്പനെ കണ്ടെത്തിയത്. തുടർന്ന് പ്രശസ്ത മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും കാട്ടിനുള്ളിലേക്ക്. 12:30 ചുള്ളിക്കൊമ്പന് നേരെ ആദ്യ മയക്കുവെടി ഉതിർക്കുന്നു. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന 2 കൊമ്പനാനകൾ സംരക്ഷണം നൽകിയതിനാൽ ഈ നീക്കം വിജയിച്ചില്ല. തുടർന്ന് ഇവയെ പടക്കം പൊട്ടിച്ച് തുരത്തിയ ശേഷം 2:30-ഓടെ രണ്ടാമത്തെ മയക്കുവെടി നൽകി. ഓരോ തവണ ഈ ആനിമലിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുക, ബാക്കി 2 പ്രൊട്ടക്ട് ചെയ്യുക, 2 ചാർജ് ചെയ്യുക. ആ സിറ്റുവേഷനിടെ ഇതിനെ ഡാട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. മുത്തങ്ങിയിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തിച്ച 3 കുങ്കിയാനകളുടെ സഹായത്തോടെ രാത്രി ഏറെ വൈകി ചുള്ളിക്കൊമ്പനെ വളയംചാലിലെത്തിച്ചു. തുടർന്ന് വനം വകുപ്പ് ഓഫീസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിനുള്ളിലേക്ക്. അപ്പോൾ ഇത് വീണ്ടും ഒരു ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു കാട്ടിലേക്ക് റിലീസാക്കുന്നത് അഡ്വൈസബിൾ അല്ല എന്നാണ് പൊതുവെ എല്ലാവരുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് 1 മാസം ഒബ്സർവ് ചെയ്തതിന് ശേഷം ബാക്കി തീരുമാനിക്കുക എന്താ ചെയ്യുക. 6 മാസത്തിനിടെ 4 പേരെ വകവരുത്തിയ ചുള്ളിക്കൊമ്പനെ വനം മന്ത്രിയുടെ പ്രത്യേക ഉത്തരവിനെ തുടർന്നാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഷിജിത് കണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.